യെസ്. നിലമ്പൂർ വന്നിട്ട് നല്ല ഊണവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് മീൻ കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് എന്നാണ് അരുൺ അമൃതനാഥ് പറഞ്ഞത്. അവിടെ ഒന്ന് പോയി നോക്കാം. നമ്മൾ ഭക്ഷണ വിവരം കൂടി അറിയണമല്ലോ നിലമ്പൂരിൻ്റെ കാര്യത്തിൽ. എന്താ ഇലക്ഷനൊക്കെ വർത്താനം എന്താ? വളരെ പോസിറ്റീവായിട്ട് സ്വരാജ് ജയിക്കും എന്നുള്ളൊരു LDFന്റെ പ്രവർത്തകനാണ്. അതെ, പല തരത്തിലുള്ള ഇതിലാണ് വരുന്നത്. കൃത്യമായ രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ LDFന് മുൻതൂക്കാണ്. പക്ഷെ മാറി മാറി വരുന്ന വിഷയങ്ങളിൽ എന്താകും വിധി എന്നുള്ളത് അപ്രസക്തമാണ്. മാറി മാറി വരുന്ന വിഷയങ്ങളിൽ എന്താകും എന്നുള്ളതാണ്. നമുക്ക് ഈ ഹോട്ടലിലെ ഉടമസ്ഥനുണ്ട്. നമസ്കാരം. എന്തുണ്ട് ഇവിടെ അരുണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് മീൻ കൊടുക്കുന്നുണ്ട് ഒക്കെയാണല്ലോ. അങ്ങനെ അതിപ്പോ അതൊക്കെ ലാഭമായിട്ട് പോകാൻ പറ്റും? ഇല്ല, ഇപ്പോൾ കുറച്ച് വില അധികമാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞത് ഈ ഹോട്ടൽ നടത്തുന്ന 3 ആൾക്ക് 3 രാഷ്ട്രീയമാണെന്നാ. ഒരു കുടുംബത്തിലെ 3 ആൾക്കും. ഭാവിയാണ്. എൻ്റെ ഒരു അനിയൻ കോൺഗ്രസ് ആണ്, ഒരനിയൻ CPI ആണ്. സന്ദേശ സിനിമ പോലെ. അതെ അതെ അതെ. വിശന്നിരിക്കുന്ന ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ സംസാരിച്ചാൽ ബുദ്ധിമുട്ടാവും അറിയില്ല. നമസ്കാരമുണ്ട്. അല്ല, ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണെന്ന് അറിയാം. എന്തുണ്ട് നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയമൊക്കെ? ഉഷാറോട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോത്തുകല്ലിൽ ആയിരുന്നു നമുക്ക് ഉത്തരവാദിത്വം. അവിടുത്തെ ക്യാമ്പയിൻ കഴിഞ്ഞ് അവിടെ വെച്ച് അറിഞ്ഞതാണ്. ഇങ്ങനെ ഏത് പാർട്ടിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്താൻ? നമ്മൾ UDF ആര്യാണ ഷക്കോത്തിന്. പിന്നെ ഇപ്പൊ നമുക്ക് അപ്രതീക്ഷിതമായ ഒരാളെ കാണുന്നുണ്ട്. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. എന്തൊക്കെയാണ് ഭക്ഷണം കഴിച്ചാ? ഇല്ല, കഴിക്കാൻ വന്നതാ. അപ്പൊ ഒരുമിച്ച് നമുക്കൊരു ഭക്ഷണം കഴിക്കാം. അപ്പൊ നമ്മൾ വളരെ അപ്രതീക്ഷിതമായി ഇവിടെ വന്നപ്പോൾ കണ്ടുപിട്ടിതാ ഒരാൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമസ്കാരം. ഇതുപോലൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് വളരെ നിർണായകമായ ഒരു തീരുമാനമൊക്കെ എടുത്തത്. ഇപ്പോൾ അടുത്ത ഉപതെരഞ്ഞെടുപ്പായി വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാണ്. എങ്ങനെയുണ്ട് നിലമ്പൂർ? എങ്ങനെയുണ്ട് പാലക്കാട് 2.0? പാലക്കാട് 2.0 ആകുമ്പോൾ 20,000 ഭൂരിപക്ഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാലക്കാടിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ UDFന് ഇവിടെ വിജയം ഉണ്ടാവും. വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? എങ്ങനെയുണ്ട് ഭക്ഷണം? 3-4 മീനൊക്കെ കഴിച്ചു തോന്നല്ലോ. പിന്നെ അത് ഇവിടെ അൺലിമിറ്റഡ് ആണ്. ഫിഷ് ഫ്രൈ അൺലിമിറ്റഡ് ആണ് വലിയ പ്രത്യേകത. രണ്ടാമത്തെ കാര്യം ഇവിടെ മോര് കാച്ചിയത് കിട്ടും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹോട്ടൽ തിരഞ്ഞു വന്നാണ്. അങ്ങനെ ഹോട്ടൽ തിരഞ്ഞു വന്ന കുറേ അധികം ആളുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഉഷാറാവട്ടെ. ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണ്, സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കുന്നത്. അല്ല, ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് ആ ഒരു കാര്യം ചോദിക്കാം. എന്താ നിലമ്പൂരിലൊരു പൾസ് എന്താ? എല്ലാവരും കട്ടക്കാണ്. നല്ല നല്ല പൊടി. എല്ലാവരും ഓട്ടോയിൽ കയറണം അല്ലേ? അയില പൊരിച്ചത്, ശരി. അല്ല, സന്തോഷം. പിന്നെ ഇത് നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് മീൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ മുതലാവുക? ജീവിച്ചു പോയ പോലെ. അതാണ് സമ്പാദ്യം ഒന്നും വേണ്ട, ജീവിച്ചു പോയാൽ മതി എന്നുള്ളതാണ് നിലമ്പൂരുകാരുടെ ഒരു ജീവിത ദർശനം എന്ന് തോന്നുന്നു. അരുൺ അമൃതനാഥ് കൂടിയുണ്ട്. അരുണിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇവിടുത്തെ ഭക്ഷണമാണോ? സത്യം പറഞ്ഞാൽ നമ്മളെപ്പോൾ നിലമ്പൂർ വന്നാലും അലിക്കാസ് കയറാൻ നമുക്കൊരു ചടങ്ങ് പോലെയാണ് അഭിലാഷേട്ടാ. എൻ്റെ ഫേവറേറ്റ് നെത്തോലിയാണ്. നെത്തോലി പറഞ്ഞാൽ ഇവര് ഇന്ന് നെത്തോലില്ല, ഇന്ന് അയിലയാണ്. ഓരോ ദിവസം ഓരോ മീനാണ്. അപ്പോൾ ഇവര് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവര് സാലഡൊക്കെ തരുന്നവരെ മീൻ വന്ന് തന്നിട്ട് അങ്ങ്. എന്തായാലും അതെ നമ്മളിപ്പോ ഈ മീനിനെ വെച്ചിട്ട് ഇനിയിപ്പോ വെയിറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ശേഷം ബാക്കി.